ഓക്കെ ഓക്കെ. പിന്നെ ആണോ? എവിടെ? ആണോ? ഹായ്ടാ. ഹായ്. ഞാൻ വിളിക്കാവേ. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എടാ, നീ വിചാരിച്ച പോലെ തന്നെ ഈ ഫ്രൈഡേ എന്റെ പ്രിയപ്പെട്ട ആളിങ് എത്തുന്നു. ഓഹോ, സത്യം പറയാലോ, നിന്റെ ഈ സന്തോഷം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു. എന്തിന്? ആത്മാർത്ഥമായ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയം കാണുമ്പോൾ സ്നേഹിച്ച പെണ്ണിന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ മകളെ എനിക്ക് തരുമോ എന്ന് ചോദിച്ച വ്യക്തിത്വത്തിന് മുന്നിൽ ഒരല്പം അസൂയ തോന്നുന്നത് സ്വാഭാവികം മാത്രം. ഒന്ന് പോടി. പ്രണയം എന്ന് പറയുന്നത് ഒരു ലഹരിയാണ്. അത് ആത്മാർത്ഥതയുള്ളതാവുമ്പോ ലഹരിയുടെ അളവ് കൂടും. സമ്മതിച്ചു. ശരി, കല്യാണം എപ്പോഴാണ് രണ്ടുപേരുടെയും തീരുമാനം? ബാംഗ്ലൂരിൽ സ്വന്തമായി ഒരു സോഫ്റ്റ്വെയർ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ചെയ്ത് വന്നപ്പോ ആള് പ്രതീക്ഷ പോലെ കൈ നിന്നില്ല. ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ട്. പിന്നെ അമ്മ അറിയാതെ കഴുത്തിലും കാതിലും കിടന്ന ആഫറിനൊക്കെ ഒരു പണയം വെക്കാൻ കൊടുത്തു. തൽക്കാലം ഞാൻ ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഒരു 3 മാസം അത്രയും മതി. കമ്പനി സ്റ്റാർട്ടാവുമ്പോ ആഫറിനൊക്കെ തിരിച്ചെടുക്കും. പിന്നെ കല്യാണം. എന്നാലും എനിക്ക് നിന്നോട് മറ്റൊരു പരിഭവം കൂടിയുണ്ട്. ഓ, അടുത്ത എന്താണാവോ നമ്മൾ തമ്മിൽ? ഇത്ര അടുത്ത സുഹൃത്തുക്കളായിരുന്നിട്ടും നീ നിന്റെ ആളെ ഒന്ന് പരിചയപ്പെടുത്തരാനോ അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ എങ്കിലും കാണിച്ചിട്ടോ ചെയ്തിട്ടില്ല. അത് പിന്നെ മറ്റൊന്നും കൊണ്ടല്ല, ഒരു സെൽഫി പോലെ എടുക്കാൻ ആൾ തയ്യാറായിട്ടില്ല. പിന്നെ നീ നിർബന്ധിച്ചതുകൊണ്ട് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. നോക്കിയേ, ഇതാ കക്ഷി. നോക്കടാ, ആനന്ദേട്ട ഒരു പെണ്ണുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. കണ്ട, അവളോട് കൊഞ്ചു കഴിയാനാണ് നമ്മുടെ അടുത്ത് മുങ്ങിയത്. ആള് കൊള്ളാലോ. നീ എന്താ കൊച്ചുകുട്ടികളെ പോലെ? നീ പ്രാക്ടിക്കൽ. തീരുമാനം എടുക്കേണ്ടത് നീയാണ്. അത് ഞാൻ എങ്ങനെയാ? നിന്റെ വീട്ടിൽ വന്ന് ഞാൻ അനുവാദം വാങ്ങിച്ച പോലെ ഒരു ഫോർമാലിറ്റി, അത്രേ ഉള്ളൂ. നീ വരണം. ഇന്നത്തെ ദിവസം നമ്മൾ എന്തു പറഞ്ഞാലും നമ്മൾ പപ്പയും അമ്മയും കേൾക്കും. അവരുടെ 30ാം വിവാഹ വാർഷികമാണ് ഇന്ന്.
എന്റെ അച്ഛനും ഞാൻ ഇരിക്കേ, അവര് റൂമിൽ മറ്റും കാണും. ഞാൻ ഇപ്പൊ നോക്കിയിട്ട് വരാം. ഉം? ഒന്ന് സഹായിക്കടോ. നീ ഇവിടെ ആദ്യമായോണ്ടാ ഇങ്ങനെ. അടുത്ത തവണ നീ ഒരു കല്യാണ പെണ്ണായി കടന്നു വരുമ്പോൾ നിന്നെ സ്വീകരിക്കാനിവിടെ ഒരുപാട് പേര് കാണും. ആരുടെ ഈ സമയത്ത് കുടിക്കടാ. ഫോൺ എടുക്കും ഇഷ്ടട്ടോ. ആ, ഒരു മിനിറ്റ്. ആ, കുടിച്ചോ? പപ്പയും മമ്മയും കാണണ്ടേ? പോവാ. വാ വാ പോവാ. വാ. ഇതാണ് 30ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എൻ്റെ പപ്പയും മമ്മയും. അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞതോ? 4 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു അപകടത്തിൽ എന്നെ തനിച്ചാക്കിയിട്ട് അവർ പോയി. പക്ഷെ അവരില്ലാന്ന് എനിക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കഴിയുകയില്ല. അവരെന്നോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോഴും. പപ്പ, മമ്മി, ഇതാണ് എൻ്റെ പെണ്ണ്, എൻ്റെ ലച്ചു. ഇഷ്ടമായില്ലേ? പാവം കുട്ടിയാ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പാവം കുട്ടിയാ. ലച്ചു, ലച്ചു, എന്തു പറ്റി? ലച്ചു, ലച്ചു, എന്തു പറ്റി? ലച്ചു, ലച്ചു, എന്തു പറ്റി? ലച്ചു, ഇത്രയുള്ളൊരു പെണ്ണ് ഇനി എവിടെ വിളിച്ചാലും അവള് വരും. എപ്പോ വേണമെങ്കിലും ഞാൻ പറഞ്ഞ അനുസരിക്കും. എന്തും. നീ എന്താടാ കരുതിയേ? അവനെ നിനക്ക് മാത്രം അറിയുന്നതാണ് നിന്റെ വിചാരം? എടാ, പെണ്ണ് എന്താണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നീ എന്നെ പറ്റിക്കാനടി പട്ടി. ഒരു പെണ്ണിനെ കുറിച്ച് നീ എന്താടാ കരുതിയത്? ജീവിതത്തിന് വേണ്ടി എന്ത് സഹിക്കുമെന്നോ? എല്ലാം സഹിക്കുക മാത്രമല്ല, വേണ്ടി വന്നാൽ നിന്റെയൊക്കെ നെഞ്ചിന്റെ പുറത്ത് കയറിയിരുന്ന് പൊങ്കാല ഇടാനും ഇന്നത്തെ പെമ്പിളർ കഴിയും. മനസ്സിലായടാ? ഇവിടെ നിനക്ക് ഓർമ്മ. ഒരിക്കലും ഇവനെ വിശ്വസിച്ച് ഇവന്റെ പ്രണയവാക്കിൽ വീണ് ഒരു ശരാശരി പെണ്ണായിരുന്നു ഞാൻ. സംഭവിച്ച ദുരന്തങ്ങൾ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു. പക്ഷേ നീ വീണ്ടും വീണ്ടും പുതിയ പേരുകളിൽ പുതിയ ഇരകളെ തേടി നീ പതിവ് യാത്ര തുടർന്നു. ഇനി ഒരിക്കലും ഒരു പെണ്ണിന് ഈ ഗതി വരരുത്. അതിന് നമ്മൾ അനുവദിക്കില്ല. നീ ചിലത് പ്ലാൻ ചെയ്യും മുമ്പ് ഞങ്ങൾ ചിലത് പ്ലാൻ ചെയ്യും.
പുതുതായി IT കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട്. പേര് വിഷ്ണു. നിനക്ക് തെറ്റി. ഇത് വിഷ്ണു അല്ല, ഇത് ഉമേഷ്. ഇതാ നോക്ക്, നീ തന്നെ നോക്കത്. ഫോൺ എടുക്ക്. ഞാൻ ഇപ്പൊ വരാമേ. നീ ഇപ്പൊ എവിടെ ഉണ്ട്? നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ച്? എനിക്ക് അത്യാവശ്യമായി നിന്നൊന്ന് കാണണം. ഇപ്പൊ എനിക്ക് സമയമില്ല. ഇപ്പൊ മനസ്സിലാടാ നിനക്ക്? നിന്നെ കൊല്ലാൻ ഞങ്ങൾക്ക് അവകാശമില്ല. പക്ഷേ നിന്നെ ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ലോകത്തിലെ എല്ലാ സഹോദരിമാർക്കും വേണ്ടി ഈ ഇടി ഞങ്ങൾ